എനിക്ക് കുറച്ച് നാളായിട്ട് തോന്നുന്നൊരു കാര്യം, എല്ലാവർക്കും ഒരു ഗവൺമെൻറ് ജോബ് വേണം എന്ന്. ഇറ്റ്സ് എ മസ്റ്റ് എന്ന് എനിക്ക് തോന്നി തുടങ്ങിയത് എനിക്ക് ഈ അസുഖം വന്നു തുടങ്ങിയപ്പോൾ. എൻ്റെ അമ്മയ്ക്ക് നല്ല പെൻഷനുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഇറ്റ്സ് വെരി ഗുഡ് ടു ഹാവ് എ ഗവൺമെൻറ് ജോബ്, പെൻഷനൊക്കെ ഉള്ള ഒരു ജോബ്. കാര്യം ഈ സിനിമ, സീരിയൽ ഇതൊന്നും ഒരു സ്റ്റഡി ഇൻകം അല്ലല്ലോ. സോ ഈ പഠിക്കാത്തവരെ കാണുമ്പോഴും ജോലിക്ക് പോകാൻ മടി കാണിക്കുന്നവരെ കാണുമ്പോഴും എനിക്ക് വെപ്രാളമാണ്. കാര്യം കുട്ടികളെ ജോലിക്ക് പോയാലും ഒരു സ്ഥിരം. അത് ശരിയായി. പക്ഷെ എല്ലാവർക്കും സർക്കാർ ജോലി കിട്ടണമെന്നില്ലല്ലോ. എല്ലാവർക്കും സർക്കാർ ജോലി കിട്ടണമെന്നില്ല. കാരണം പറഞ്ഞാൽ, സത്യം പറഞ്ഞാൽ ശരിയാ. നമ്മൾ PSC പഠിക്കുമ്പോൾ എല്ലാവർക്കും ഒരു പുച്ഛവും രീതിയൊക്കെ തന്നെയാണ്. പുച്ഛം, പരിഹാസമൊക്കെ തന്നെയാണ്. പക്ഷെ നമുക്ക് ജോലി കിട്ടി കഴിയുമ്പോൾ ഭയങ്കര ബഹുമാനവും റെസ്പെക്റ്റൊക്കെയാണ്. അപ്പോൾ പലരും ഇപ്പോൾ ലുക്കില്ലാത്ത ഒരാണുങ്ങൾ, അതായത് കറുത്ത ഒരു പൊക്കം വെച്ച് പ്രായം കൂടിയവർ, അല്ലെങ്കിൽ മുടി കഷണ്ടി ആയവർ, ഇവരൊക്കെ ഒരു നല്ല പെണ്ണ് കിട്ടുമ്പോൾ അപ്പോൾ വന്ന കമൻറ്റുകളിൽ ഒന്നാണ് പയ്യൻ ഗവൺമെൻറ് ജോലിയാണ്, പയ്യൻ ഗവൺമെൻറ് ജോലിയാണ്. ശരി, ഈ ഗവൺമെൻറ് ജോലിക്കും ഒരുപാട് രീതി, ചുമ്മാ ഒന്ന് അവിടെ ഇരുന്നാൽ മതി, 9 മണിക്കൂർ 8 മണിക്കൂർ ജോലിയുണ്ട്. ഓരോ സ്കൂളുകളെ പോലെ ഓരോ ദിവസം അവധി ദിവസമുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ സർക്കാർ ജോലി സുഖമാണ്. പക്ഷേ എല്ലാവർക്കും കിട്ടണമെന്നില്ല. എല്ലാവർക്കും കിട്ടണമെന്നില്ലല്ലോ. അതൊക്കെ വലിയൊരു സൗഭാഗ്യങ്ങളൊക്കെ വേണം. പിന്നെ ഇടയ്ക്കൊക്കെ പിൻവാതിൽ നിയമനം ചിലപ്പോൾ അങ്ങനെ ചില കയറുന്നവരുണ്ട്. പക്ഷെ എല്ലാവർക്കും അങ്ങനെ കിട്ടണമെന്ന് ആഗ്രഹമുണ്ട്. എനിക്കും ആഗ്രഹമുണ്ട്. കുറേ പൈസ എഴുതിയാൽ നമ്മൾ അടുത്തിട്ട് ഇപ്പോൾ പ്രൈവറ്റ് കമ്പനിയിൽ ജോലിയാണ്. എന്നിരുന്നാലും കൂടി നമ്മളിപ്പോഴും എഴുതുന്നൊക്കെ ഉണ്ട്. പക്ഷെ എന്നിരുന്നാലും കിട്ടണ്ടേ. വേണമെങ്കിൽ ചുമ്മാ ഒന്ന് എഴുതി നോക്കാവുന്നേ ഉള്ളൂ. പക്ഷെ അത് സർക്കാർ ജോലി കിട്ടുമെന്ന് ഓർത്തുകൊണ്ട് നമ്മളിങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ല. നമ്മളെന്തെങ്കിലും ഒരു വർക്ക് ചെയ്ത് സ്ഥിരമായിട്ടൊരു ജോലി ഉണ്ടാവണം. അതിനിടയ്ക്ക് പോയി PSC എഴുതുന്നതായിരിക്കും നല്ലത്. കിട്ടിയാൽ കിട്ടി, പോയാൽ പോയി. ലോട്ടറി പോലെ. മുമ്പ് ഒരു പഴയ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മറ്റേ ആ മുട്ടയിലഴിഞ്ഞൊരു കേസൊക്കെ ഇല്ലായിരുന്നു. ആ സിവിൽ പോലീസിൻ്റെയോ ആൺകുട്ടികളും പെൺകുട്ടികളും ഉണ്ടായിരുന്നു. ആൺകുട്ടികളുടെ മുമ്പ് പെൺകുട്ടികൾ എതിര്. അതിനകത്ത് PSCയിൽ ഇത് കിട്ടിയില്ല എന്ന് മുട്ടയിലൊക്കെ ഇഴഞ്ഞ്. അപ്പം അന്ന് ഞാനൊരു കാര്യം പറഞ്ഞു, നമ്മൾ ഈ PSC ഒക്കെ എഴുതണമെന്ന് ഒരു ലോട്ടറി എടുക്കണ പോലെയാണ്. അടിച്ചാൽ അടിച്ചു, അടിച്ചില്ല. എന്ന് വെച്ചാൽ നമ്മൾ ലോട്ടറി എടുക്കാൻ വേണ്ടി തന്നെ നമ്മൾ രാപ്പകലില്ലാതെ എല്ലാം ലോട്ടറി എടുത്തുകൊണ്ടിരിക്കുമോ? ഇല്ല. അതുപോലെ PSCയും അങ്ങനെ തന്നെയാണ്. സർക്കാർ ജോലിക്ക് വേണ്ടിയും വേണമെങ്കിൽ നമുക്കൊരു ജോലി ഉണ്ടായിരുന്ന സമയത്ത് എഴുതുകയാണെങ്കിൽ നല്ല രീതിയിൽ പഠിച്ചിട്ട് എഴുതുക. കിട്ടിയാൽ കിട്ടി. ഇനി കിട്ടിയത് റാങ്ക് ലിസ്റ്റ് വന്ന് എന്താണെന്ന് കയറാനാണ്. അപ്പോൾ അതും ഒരു മിസ്റ്റേക്കാണ്. പക്ഷേ സർക്കാർ ജോലി കിട്ടിയാൽ നന്നായിരുന്നു. മേഡം ദേവ്യജിത്ത് മേഡം പറഞ്ഞ പോലെ തന്നെ കിട്ടിയാണെങ്കിൽ നല്ലതായിരുന്നു.